നമസ്കാരം, ഞാൻ ആറ്റിയാൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും നവഭാരത് ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയം നമ്മൾ പറയാൻ പോകുന്നത്, അതായത് 2026 വർഷഫലം ഓരോ രാശിക്കാർക്ക് എങ്ങനെയെന്നുള്ളതാണ് പറയുന്നത്. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ്. ഈ പുതുവർഷം 2026 എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വർഷമാവട്ടെ എന്ന് മുരുക ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ജോലി സാധ്യതയില്ലാത്തവർക്ക് ജോലി കിട്ടിട്ട്, വിവാഹാധികാരങ്ങളിൽ വിവാഹം നടക്കാത്ത കുട്ടികൾക്ക് വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വ ഐശ്വര്യം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 2026 വർഷം ഫലം പറയാം. അത് ആദ്യം മേടരാശിക്കാർക്ക് എങ്ങനെ? 2026 ന്യൂമറോളജി പ്രകാരം 1-ാം നമ്പരാണ്. നമ്മൾ സംഖ്യ കൂട്ടുന്നത് 2026, 2, 2, 4, 6, 10 ന്യൂമറോളജി പ്രകാരം 1-ാം നമ്പര്. അപ്പം സൂര്യന്റെ രാജഗ്രഹമായ സൂര്യന്റെ വർഷമാണ്. എല്ലാവരും രാജാവായിട്ട് വാഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു തടസ്സമില്ലാതെ കാര്യങ്ങൾ നടക്കാനും പുതിയ സംരംഭം തുടങ്ങാനുള്ള അവസരം കാത്തിൽ നിൽക്കുന്നവർ പുതിയ സംരംഭം തുടങ്ങി ഉന്നത വിജയത്തിൽ വരട്ടെ. നമുക്കിപ്പം 2025 അത്ര നന്നായിരുന്നില്ല, 9-ാം നമ്പരായിരുന്നു. അപ്പൊ അത് ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും, പ്രതിക്ഷോഭം ഇല്ലെങ്കിലും കുറെ ആക്ഷനുകളൊക്കെ നടന്നായിരുന്നു. അപ്പം കുജന്റെ ഒരു ആധിക്യമായിരുന്നു ആ നമ്പര്. ഇനിയിപ്പം രാജഗ്രഹമായ സൂര്യന്റെയാണ്. എല്ലാവർക്കും ഐശ്വര്യം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യം മേടരാശിക്കാർക്ക് എങ്ങനെ? അശ്വതി ഭരണി കാർത്തികകാലിന് വർഷപ്പകുതി വരെ, ജൂൺ വരെ വ്യാഴന്റെ സ്ഥിതി 3-ലാണ്. അപ്പൊ ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് എന്തായാലും ജൂൺ 1 വരെ ഉണ്ട്. ശനി 12-ലാണ്, രാഹു 11-ലാണെങ്കിലും സാമ്പത്തികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പം ശനി 12-ലാണ് സ്ഥിതി മേടക്കൂറുകാർക്ക്, അതായത് അശ്വതി ഭരണി കാർത്തികകാലിന്. ഇവർക്ക് 12 ശനിയുടെ സ്ഥിതി ജലരാശി നിന്നുകൊണ്ട് 2-ാം ഭാവം എപ്പോഴും ദൃഷ്ടി. അപ്പൊ നിങ്ങളുടെ ഒരു ദുസ്വഭാവം ഉദ്ദേശിക്കുന്നത് ഈ കാലയളവ്, ഈ വർഷം മുഴുവൻ പഴയ കഥകൾ പറയരുത്. മുന്നേ സംഭവിച്ചു. അത് കുടുംബ ബന്ധത്തിലൊക്കെ വിള്ളലുകൾ ഉണ്ടാക്കാനുള്ള അവസരമുണ്ട്. അത് കുടുംബക്കാരോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും അല്ലെങ്കിൽ തിരിച്ച് ഭർത്താവിന്റെ അടുത്താണെങ്കിലും നടന്നുപോയി അത് എഴുതാപ്പുറം വായിക്കരുത്. അത് കഴിഞ്ഞത് എന്തിനാണ് നമ്മളിപ്പം അത് ഉണർത്തിക്കുന്നത്? എന്നാലും നിങ്ങൾ നിർത്തൂല. കഴിഞ്ഞതെല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് കലഹം ഉണ്ടാകാനുള്ള അവസരം കാണുന്നു. പിന്നെ ശുഭചെലവിനെക്കാളും ശുഭചെലവെന്ന് ഉദ്ദേശിക്കുന്നത് വിവാഹം, നൂലുകെട്ട്, പാലുകാഴ്ച, ഗൃഹപ്രവേശം, ഇതൊക്കെയാണ് ശുഭചെലവ്. നമുക്ക് ഇത്തിരി ചെലവ് മോശപ്പെട്ടെന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, മരുന്ന് ചെലവ് വരാൻ സാധ്യത. വീട്ടിലെ മുതിർന്നവരുണ്ടെങ്കിൽ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, എക്സ്റേ എടുപ്പിക്കുക, ചെക്ക് ചെയ്യുക, അതിനുള്ള ചെലവ്, മെഡിസിൻ വാങ്ങിച്ച് വീട്ടിൽ വെക്കുക. അപ്പൊ വീട്ടിനകത്ത് കയറുമ്പോ തന്നെ ആയുർവേദം, അലോപ്പതി, ഹോമിയോ എല്ലാ മരുന്നും നിറഞ്ഞിരിക്കും വീട്ടിനകത്ത്. അപ്പൊ അസുഖങ്ങളാണ് ഇപ്പം ഈ കാലയളവ് ഉദ്ദേശിക്കുന്നതും അതാണ്. അപ്പൊ പരിഹാരം ചെയ്തേ പറ്റൂ. പരിഹാരം എന്ന് പറയുന്നത് നിർബന്ധിക്കുന്നില്ല, ഓരോ മതക്കാർക്കും ഓരോ വിശ്വാസമാണ്. പരിഹാരം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഹിന്ദുക്കളാണെങ്കിൽ ശാസ്താവിന് നീരാജന വഴിപാട് എല്ലാ ശനിയാഴ്ചയും ചെയ്യുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. എള്ള് സാധം കാക്കയ്ക്ക് രാവിലെ കൊടുക്കുന്നത്, കാക്കയ്ക്ക് അത് സഹജീവിക്ക് എള്ള് സാധം കൊടുക്കുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. അത് ശനിയാഴ്ച ദിവസം. പിന്നെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നത് അതും ദോഷകാഠിന്യം കുറയ്ക്കും. ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ല, ദൈവവിശ്വാസം ഇല്ല, അമ്പലങ്ങളിൽ പോവില്ല, ഉണ്ട്, പരിഹാരമുണ്ട്. വൃദ്ധസദനത്തിൽ നിങ്ങളെ ജന്മനാളിന്, അത് അശ്വതി ആണെങ്കിലും ഭരണി ആണെങ്കിലും കാർത്തിക ആണെങ്കിലും ജന്മനാളിന് ഒരു നേരം വൃദ്ധസദനത്തിൽ ഫുഡ് കൊടുക്കുന്നതും ദോഷകാഠിന്യം കുറയ്ക്കും. അല്ലെങ്കിൽ ചെരുപ്പ് ദാനം ചെയ്യുക, കുട ദാനം ചെയ്യുക, ഇതൊക്കെ നമുക്ക് ദോഷകാഠിന്യം കുറയ്ക്കും. മറ്റു മതവിശ്വാസിയാണെങ്കിലും ഇപ്പൊ അവർക്ക് സമാധി ക്ഷേത്രം പോലെ സമാധി, അതായത് അടക്കപ്പെട്ട സ്ഥലമുണ്ടല്ലോ അവര് ആരാധിക്കുന്ന, അവിടെ വിളക്ക് കത്തിക്കുകയാണെങ്കിൽ നല്ലെണ്ണ വാങ്ങിച്ചു കൊടുക്കുന്നതും നമുക്ക് ദോഷകാഠിന്യം കുറയ്ക്കും. അപ്പം ശനിയാണ് ഇവിടെ ഒരു എഫക്റ്റീവ്. മേടരാശിക്കാർക്ക് മൊത്തവും പ്രശ്നക്കാരൻ ശനി ഭഗവാനാണ്. ഇപ്പൊ നമ്മൾ ശനീശ്വരൻ എന്നാണ് പറയുന്നത്, ഭഗവാനല്ല ശനീശ്വരൻ. അപ്പൊ ഈ കാലയളവ് ഒരു വർഷം വളരെ ശ്രദ്ധിക്കുക. പിന്നെ ജൂൺ പകുതിക്ക് ശേഷം, അതായത് മെയ് പകുതി, ജൂൺ 1 ഉദ്ദേശിക്കാം, ജൂൺ 1 ശേഷം
വ്യാഴൻ ഉച്ചഭാവത്ത് വരെയാണ് 4. അപ്പൊ ഈ കാലയളവൊന്നും നേരത്തെ ഉള്ള കാലയളവൊന്നും വേണ്ട, പുതിയ സംരംഭം ഒന്നും വേണ്ട. 4 വ്യാഴം വന്നു കഴിഞ്ഞാൽ, ഉച്ചഭാവത്ത് വന്നു കഴിഞ്ഞാൽ ഒരു വീട് വയ്ക്കാനോ ഒരു പുതിയ സംരംഭം തുടങ്ങാനോ അവസരം. പിന്നെ കുട്ടികളില്ലാത്തവർക്ക്, ചിലർക്ക് പുത്രഭാഗ്യം 4 വർഷമായി 7 വർഷമായി കിട്ടിയില്ല, ഇവർക്ക് ജൂണിന് ശേഷം പുത്രഭാഗ്യം ഉണ്ടാകാനുള്ള യോഗം കാണും. ബിസിനസ് മേഖലയിലാണെങ്കിലും ജൂൺ 1-ന് ശേഷം ഏതൊരു സംരംഭവും തുടങ്ങുന്നത് വിജയം കൈവരിക്കാം. ഇപ്പോൾ എല്ലാ ഓപ്പോസിറ്റാണ് ഗ്രഹങ്ങളെല്ലാം ഈ ജൂൺ വരെ. വളരെ ശ്രദ്ധിക്കുക. മുതിർന്നവരാണെങ്കിലും കുടുംബക്ഷേത്ര വഴിപാട് എല്ലാ മാസവും പൗർണമിക്ക് നടത്തുക. ഇപ്പൊ ചിലർക്കൊക്കെ മന്ത്രമൂർത്തി അവരുടെ കുടുംബ ഇതിൽ കാണും. അവിടെ ചന്ദന തിരി വയ്ക്കുന്നതും മഞ്ഞ ഫലം കൊടുക്കുന്നതും മഞ്ഞ വസ്ത്രം കൊടുക്കുന്നതും മഞ്ഞ പുഷ്പം സമർപ്പിക്കുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. രാഹു നമുക്ക് ദോഷകാരകനല്ല, 5-ൽ കേതു നമുക്ക് ദോഷകാരകനല്ല. ഇനി അടുത്ത് ഇടവക്കൂർ. ഇടവക്കൂറിന് 2-ലാണ് ജൂൺ വരെ വ്യാഴന്റെ സ്ഥിതി. ശനി ആ വർഷം മുഴുവൻ 11-ലാണ്. ഇവർക്ക് ദോഷവശം എന്നുള്ളതേ ഇല്ല. 10-ൽ രാഹുവിന്റെ സ്ഥിതി. എന്ത് മാർച്ച് ചെയ്യാം. ഇപ്പൊ ഒരു ഫീൽഡിൽ നിൽക്കുന്നവരാണെങ്കിൽ ഇനിയൊന്ന് ഒരു പുതിയ സംരംഭം തുടങ്ങട്ടെ, ധൈര്യമായിട്ട് ചെയ്യാം, ദോഷമില്ല. ജൂണിന് മുന്നേ ആയിക്കൊള്ളേ ഉള്ളൂ. പഠിക്കുന്ന കുട്ടികളിലാണെങ്കിലും മാറി ചിന്തിക്കാൻ പഠനം. ഇപ്പൊ ഒരു 6 മാസം കോഴ്സ് എടുത്ത് പോയി ശരിയാവുന്നില്ല, അല്ലെങ്കിൽ 1 വർഷം കോഴ്സ് എനിക്ക് വേണ്ട, മാറി ചിന്തിക്കുകയാണ്, ധൈര്യമായിട്ട് ചെയ്യാം. ഇവരിലും കുടുംബക്ഷേത്ര വഴിപാട് നടത്തുന്നത് നമുക്ക് വളരെ നല്ലതാണ്. ഇത് പറയുമ്പോൾ ഇപ്പം കാർത്തിക, മുക്കാലി, രോഹിണി, മകര, അര വരുന്ന ഇടവക്കൂറുകാർക്ക് ദോഷവശമില്ല. 2026 വർഷം മുഴുവനും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വർഷമായിരിക്കും. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മീനക്കൂർ. മീനക്കൂറിൽ വരുന്ന മകര, തിരുവാതിര, പുണർദം, മുക്കാൽ, ഇവർക്ക് ജന്മ ഗുരു തുടരുകയാണ് ജൂൺ 1 വരെ. ഇപ്പൊ ജന്മരാമർ വനത്തിലെ ഒറ്റപ്പെടൽ, കുറ്റപ്പെടുത്തൽ, ജോലിഭാരം കൂടുക, ഒറ്റപ്പെടുക, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഇത്യാദി വന്ന് ദൂരെ പോയി ജോലി ചെയ്ത വളരെ മാനസിക സംഘർഷം, ഇതാണ് ഇപ്പൊ ഉദ്ദേശം. ശനി 10-ലാണെങ്കിൽ ദോഷമല്ല. ജൂൺ 1 വരെ വ്യാഴന്റെ സ്ഥിതി നമുക്ക് അത്ര അനുകൂലമല്ല. പരിഹാരാർത്ഥം ദക്ഷിണാമൂർത്തിക്ക് നൈതിക വഴിപാട് നടത്തുന്നത്, അല്ലെങ്കിൽ ഗുരുഭഗവാന്. ഇപ്പം നമ്മളെ നവഗ്രഹ സന്നിധിയിൽ ചെയ്യുന്നത് ജന്മനാളിന് കടലമാല സമർപ്പിക്കുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. കുട്ടികളിലും ഈ സമയം അലസതയാണ് കാണുന്നത്, പരിഹാരം ചെയ്ത് മാറ്റിക്കൊള്ളുക. ഇപ്പൊ ബിസിനസ് മേഖലയിലാണെങ്കിലും ഈ സമയം അത്ര നന്നല്ല, വളരെ മോശം സമയമാണ് 2026 ജൂൺ വരെ. അതിനുശേഷം നമുക്ക് നല്ലൊരു മാറ്റം കിട്ടും. 2-ലെ വ്യാഴന്റെ സ്ഥിതി. പെൺകുട്ടികളിലും ആൺകുട്ടികളിലും വിവാഹാദി കാര്യങ്ങൾ നടക്കാനുള്ള യോഗം വരുന്നു. ബിസിനസ് മെച്ചപ്പെടും. ഗോൾഡൊക്കെ പണയം പോയിട്ടുണ്ടെങ്കിൽ 2026 ജൂണിന് ശേഷം ഗോൾഡൊക്കെ തിരിച്ചെടുക്കാനുള്ള അവസരം, മനസ്സന്തോഷം, കുടുംബ ഐക്യത, കുടുംബക്ഷേത്ര വഴിപാട് എല്ലാം ശോഭനമായിരിക്കും. അപ്പം വർഷപകുതി വരെ മോശവും വർഷപകുതിക്ക് ശേഷം വളരെ നല്ലതാണ്, ദോഷവശമല്ല. ഇനി അടുത്ത് പറയുന്നത് കർക്കിടക രാശി. കർക്കിടക രാശിയിൽ വരുന്ന പുണർദംകാരി, പൂയാഹിനി ഇവർക്ക് വ്യാഴന്റെ സ്ഥിതി 12-ലാണ്. അഷ്ടമശനി കഴിഞ്ഞു. ഇപ്പം 9-ലാണ് ശനിയുടെ സ്ഥിതി. ഇവർക്കും പ്രത്യേകതയില്ല. അഷ്ടമശനി കഴിഞ്ഞെങ്കിലും 8-ൽ രാഹുവിന്റെ സ്ഥിതി, 2-ൽ കേതുവിന്റെ സ്ഥിതി, 12-ൽ വ്യാഴന്റെ സ്ഥിതി. 2026 ജൂണിന് ശേഷം രാശിയിൽ വ്യാഴന്റെ സ്ഥിതി. അപ്പൊ എന്തുകൊണ്ട് വളരെ മോശപ്പെട്ട സമയമാണ് ഇവർക്ക് കാണുന്നത്. ഇവർ നാഗരൂട്ട് നടത്തുന്നതാണ് ദോഷം കുറയ്ക്കാനുള്ള ഏക വഴി. ഇപ്പൊ ദോഷം എന്ന് ഉദ്ദേശിക്കുന്നത് 8-ലെ രാഹുവും 2-ലെ കേതുവും. അപ്പൊ ഇവര് പരിഹാരം ചെയ്യേണ്ടത് കേതു പ്രീതിക്കായി എല്ലാ മാസവും 2026 ഫുള്ളും ജന്മനാളിന് കൂട്ടുഗണപതി ഹോമം നടത്തുന്നതും ആ വർഷം വരുന്ന എല്ലാ ഐല്യത്തിനും 100 പാല് വഴിപാട് നടത്തുന്നത്, ഫുള്ളവും പാട്ട് പാടുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ വ്യാഴന്റെ സ്ഥിതി 12-ലും 2-ലും ആ വർഷം മുഴുവൻ പകുതിക്ക് പകുതി സഞ്ചരിക്കുകയാണ്. അതും ദോഷമാണ്. വ്യാഴന പ്രീതി എന്ന് ഉദ്ദേശിക്കുന്നത് തിരുച്ചെന്തൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം ദോഷകാഠിന്യം കുറയ്ക്കും. പഠിക്കുന്ന കുട്ടികളിലും ഇപ്പൊ മെഡിക്കൽ പഠനം നടത്തുന്ന കുട്ടികൾക്കൊക്കെ ചെറിയ അനിഷ്ടത ഉണ്ട്, പരിഹാരം ചെയ്ത് മാറ്റിക്കൊള്ളുക. ഇവർക്ക് വിദ്യാസൂത്രം നടത്തുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്, അപ്പൊ 2026 വർഷഫലമാണ് പറയുന്നത്. 2026 വർഷം ജാനുവരി 1 മുതൽ ഡിസംബർ 30. അപ്പൊ ഇവരില് മകം, പൂരം, ഉത്തരകാലം, ചിങ്ങരാശി, ഇവർക്ക് ജൂൺ 1 വരെ വ്യാഴന്റെ സ്ഥിതി 11-ലാണ്. അപ്പൊ ഇവർക്ക് എന്ത് നേടിയെടുക്കാനുള്ള അവസരം. രാശിയിൽ കേതുവിന്റെ സ്ഥിതി, 7-ൽ രാഹുവിന്റെ സ്ഥിതി.
അപ്പൊ ആരോഗ്യ ചെറിയ പ്രശ്നങ്ങളുണ്ട്, സ്കിൻ ഡിസീസ് വരാനോ അതുപോലുള്ള ചെറിയ ചെറിയ ഫുഡ് ഇൻഫെക്ഷൻ വരാനുള്ള അവസരം കാണുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടില്ല. 11 വേഗം വരുന്നത് പഠന മികവ് തെളിയിക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ട് ജോലിയിലുണ്ടെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും. വിവാഹാദി കാര്യങ്ങൾ ആൺകുട്ടികൾ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ 11 പെട്ടെന്നുള്ള വിവാഹം നടക്കാനുള്ള യോഗം, അതും ജൂൺ 1 വരെ. അതിനുശേഷം 12 വ്യാഴസ്ഥിതി. അപ്പൊ 2026 ജൂൺ വരെ വ്യാഴസ്ഥിതി 11 ജൂണിന് ശേഷം 12 അപ്പൊ 12 വന്നു കഴിഞ്ഞാൽ ജലരാശി. അപ്പൊ അത് നമുക്കൊരു ഹെൽപ്പ് ഉണ്ടാക്കും. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പൊ പഠിച്ചു നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ വിദേശ പര്യടനം അല്ലെങ്കിൽ വിദേശ ജോലി അല്ലെങ്കിൽ വിദേശ പഠനം ഇങ്ങനെ വരാനുള്ള അവസരം. മകം പോലും ഉത്തരക്കാരന്. അപ്പൊ എന്തുകൊണ്ട് ഇവർക്കും ദോഷവശം കൂടുതലില്ല, ഗുണമാണ് കൂടുതൽ. പഠിക്കുന്നവർക്കാണെങ്കിലും നല്ല മാറ്റങ്ങൾ കിട്ടും, പഠന മികവ് തെളിയിക്കാം. ആ ബിസിനസ് മേഖലയിലാണെങ്കിൽ ഇവർക്കും ഇപ്പൊ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒക്കെ ഉണ്ടല്ലോ, അതിൽ എക്സ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനുള്ള അവസരം ജൂൺ 1 ശേഷം സംഭവിക്കാം. ജലരാശിയാകിയാൽ വിസിറ്റിംഗ് വരാനുള്ള അവസരം കൂടുതലും കാണുന്നവർക്ക് ദോഷവശമല്ല. ഇനി അടുത്ത് കന്നിക്കൂർ. കന്നിക്കൂറിൽ വരുന്ന ഉത്തരമുക്കാല്, അത്തം, ചിത്തിരാക. ഇവർക്ക് 10 വ്യാഴസ്ഥിതി. വർഷപ്പകുതി വരെ 2026 ജൂൺ 1 വരെ 10 വ്യാഴസ്ഥിതി അത്ര നന്നല്ല. നമുക്ക് ഉള്ള ജോലി നഷ്ടപ്പെടും. ഇപ്പൊ ഒരു ജോലി നിൽക്കുകയാണെങ്കിൽ തുടരുക, അതിൽ തന്നെ നഷ്ടപ്പെടാനുള്ള അവസരം കൂടുതലാണ് ജൂണിനകം. പിന്നെ പുതിയ സംരംഭം ഒന്നും ഈ കാലയളവ് വേണ്ട. എന്ത് ചിന്തിക്കുകയാണെങ്കിലും വ്യാഴൻ 11 സഞ്ചരിക്കുമ്പോൾ മതി. അതായത് 2026 ജൂൺ 1 ശേഷം വ്യാഴൻ കർക്കിടകത്തിലാണ്. അപ്പൊ കന്നിരാശിക്കാർക്ക് 11 വരുന്നത് ബഹുവിശേഷം. ഒരു വിദേശ പഠനം പോകാനോ, ജോലി സാധ്യത, സ്വദേശത്ത് തന്നെ ബിസിനസ് വിപുലീകരിക്കാനോ, പുതിയ സംരംഭം തുടങ്ങാനുള്ള അവസരം, വിവാഹാദി കാര്യങ്ങളിലും പെൺകുട്ടികൾ ആൺകുട്ടികൾക്കൊക്കെ ജൂൺ 1 ശേഷം മതി. എന്തുകൊണ്ട് മെച്ചമാണ്. ഇപ്പം ജൂൺ 1 വരെ സമയം അത്ര നന്നല്ല. ഈ 6 മാസ കാലയളവ് വളരെ ശ്രദ്ധ വേണം. ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലോട്ട് ചാടാനോ പിന്നെ അവിടെ പ്രശ്നങ്ങൾ വരാനോ സാധ്യത കാണുന്നു. പരിഹാരാർത്ഥം ദക്ഷിണാമൂർത്തിക്ക് നീതിപം കത്തിക്കുന്ന ദോഷകാഠിന്യം കുറയ്ക്കും. പിന്നെ കണ്ടകനാണെങ്കിലും മീനത്തിലെ ശനി അത്ര എഫക്റ്റീവ് അല്ല, നമുക്ക് ദോഷവശമല്ല. രാഹു 6 സ്ഥിതി. അപ്പൊ പുറത്ത് അതും കൂടുതലും മെഡിക്കൽ പഠനം, അതും നേഴ്സിംഗ് മേഖല, അതും പറയാം. നേഴ്സിംഗ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നമുക്ക് ഈ വർഷം വളരെ അനുകൂലമാണ് കാണുന്നത്. അത് ഗവൺമെന്റ് സപ്പോർട്ടോടെ പുറത്തുപോയി ജോലി ചെയ്യാനുള്ള അവസരം. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഒരു ഓഫർ വരാനുള്ള അവസരമാണ് കാണുന്നുണ്ട്. വെളിയിലൊക്കെ ഇപ്പം 10,000 നേഴ്സുമാർ ആവശ്യമുണ്ടെന്നൊക്കെ ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ നല്ലതല്ലേ, നേഴ്സിംഗ് മേഖലയിൽ നിൽക്കുന്നവർക്ക്. അപ്പോൾ ഒരു മാറ്റം കാണുന്നു. 2026 വർഷം കന്നിക്കൂറുകാർക്ക് ശോഭനമായിരിക്കും, ഒരു സംശയം വേണ്ട. ഇനി അടുത്ത് വരുന്നത് തുല. തുലാത്തിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം. ഇവർക്ക് നിലവിൽ 9 വ്യാഴസ്ഥിതി ജൂൺ 1 വരെ. അപ്പം ഈ കാലയളവ് വിവാഹാദി കാര്യങ്ങളിലൊക്കെ വളരെ സപ്പോർട്ടീവാണ്. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇപ്പൊ ജൂണിനകം വിവാഹം നടക്കാനുള്ള യോഗമാണ് കാണുന്നത്. സ്വർണ്ണ ലാഭവും പറയണം, സ്വർണം വാങ്ങിക്കാനുള്ള യോഗം. പഠനത്തിലാണെങ്കിലും മെഡിക്കൽ പഠനമൊക്കെ ഉന്നത വിജയം കൈവരിക്കാം. ചിലർക്ക് പുത്രാദികൾ, അതായത് പുത്ര സമ്പത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ കാലയളവ് ഒരു പുത്ര സമ്പത്ത് കിട്ടാനുള്ള യോഗം. ചിലർ പറയും എനിക്ക് 4 വർഷമായി കുട്ടികളില്ല, അപ്പൊ അവർക്ക് ഈ കാലയളവ് ഒരു പുത്ര സമ്പത്ത് കിട്ടാനുള്ള യോഗം, അതും ട്വിൻസ് കിട്ടാനുള്ള യോഗം നടക്കും ഈ രാശിക്കാർക്ക്. ബിസിനസ് മേഖലയിലാണെങ്കിലും ഇവർക്ക് വരുമാനം കൂടുന്ന സമയമാണ്. വേറെ വിശേഷമൊന്നുമില്ല. എന്തായാലും ഈ 2026 വർഷം തുലാരാശിക്കാർക്ക്, അതായത് ചിത്തിര, ചോതി, വിശാഖം, മുക്കാലില് വളരെ ശോഭനമായിരിക്കും, ഐശ്വര്യപൂർണ്ണമായിരിക്കും. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് തൃശ്ശൂർ. തൃശ്ശൂരിൽ വരുന്ന വിശാഖകാല അനില തൃക്കേട്ട. ഇവർക്ക് ഇപ്പൊ നിലവിൽ 8 സ്ഥിതി. ഒന്നും സപ്പോർട്ടീവ് അല്ല. അത് രാഹു 4 ബുദ്ധിസ്ഥാനത്ത് ശനിയുടെ സ്ഥിതി. അപ്പൊ ബുദ്ധിക്ക് ഉണർവില്ലായ്മ. പഠിക്കുന്ന കുട്ടികളാണെങ്കിലും എന്ത് പഠനം പഠിച്ചാലും ഓർമ്മയിൽ നിൽക്കുന്നില്ല, പരീക്ഷാ വിജയം കൈവരിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ. രാവിലെ സ്ഥിതി 8 അതും ആരോഗ്യം 2, 5 ഭാവം 8 നിൽക്കുന്നത് യൂറിനറി ഇൻഫെക്ഷൻ വരാനോ സ്റ്റോൺ പോലെ എന്തെങ്കിലും പ്രശ്നം വരാനോ ഉള്ള ഇത് കാണുന്നുണ്ട്. അപ്പൊ ഇവര് പരിഹാരം ചെയ്ത് മാറ്റിക്കൊള്ളുക. രാഹുപ്രീതി
രാഹുവിന് പ്രീതി എന്ന് പറഞ്ഞത് എല്ലാ മാസവും ആയില്യത്തിന് 100 പാല് വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. വ്യാഴന്റെ സ്ഥിതിക്ക് ഗുരുഭഗവാന് കടലമാല സമർപ്പിക്കുന്നതും നെയ്ദീപ വഴിപാട് ചെയ്യുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം ഷഷ്ടി ദിവസം നടത്തുന്നതും ദോഷകാഠിന്യം കുറയ്ക്കും. വിവാഹാദി കാര്യങ്ങളിൽ ജൂൺ വരെ വേണ്ട. 2026 ജൂൺ 1 വരെ വ്യാഴന്റെ സ്ഥിതി 8-ലാകിയാൽ അത്ര നന്നല്ല. അതിനുശേഷം അനുകൂല ഭാവമാണ് വരുന്നത്. അതായത് 9 ഉച്ചഭാവത്ത് എന്തിനും വിജയം കൈവരിക്കാം. പഠനത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും വിവാഹാദി കാര്യങ്ങളിലാണെങ്കിലും നമുക്ക് എല്ലാം ശുഭമായി പര്യവസാനിക്കും. അപ്പൊ ആ കാലശേഷം നടത്തുക. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ധനുക്കൂർ. ധനുക്കൂറിൽ വരുന്ന മൂലം പൂരാണ് ഉത്രാടം കാര്യങ്ങൾക്ക് ജൂൺ 1 വരെ 7-ലാണ് സ്ഥിതി. അപ്പൊ ഇവർക്കും വർഷപകുതി വരെ വളരെ നല്ലതാണ് കാണുന്നത്. പിന്നെ ശനി 4-ൽ കണ്ടകനാണെങ്കിലും രാശിനാഥന്റെ മറ്റൊരു രാശി വീടായ മീനത്തിലാണ് ശനിയുടെ സ്ഥിതി. അത് അത്ര ദോഷമല്ല. 3-ലാണ് രാഹുവിന്റെ സ്ഥിതി. ഇവർക്കും ഈ മൂലം പൂരാട ഉത്രാടം കാര്യം നേഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ ഇവർക്കും പുറത്തുപോയി ജോലി ചെയ്യാനുള്ള അവസരം കാണുന്നു. വളരെ ദൂരെ അല്ലാതെ ചിലർക്ക് ഗവൺമെന്റ് തലത്തിലൊക്കെ ജോലി കിട്ടാനുള്ള സാധ്യത. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഇവർക്കും ദോഷവശമല്ല. പഠന മികവ് തെളിയിക്കാനുള്ള അവസരം. പിന്നെ വ്യാഴൻ ജൂൺ 1 വരെയാണ് 7 സഞ്ചാരം. വിവാഹാദി കാര്യങ്ങൾ ഈ ഒരു 6 മാസത്തിലാണ് നടത്തുന്നത്. നമുക്ക് വളരെ സപ്പോർട്ടീവായിരിക്കും. 8-ൽ വന്നാലും ദോഷമല്ല. ജൂൺ 1-ന് ശേഷം 8-ൽ ഉച്ചഭാവമാണ്. രാശിനാഥിൽ 8-ൽ ഉച്ചം ഭവിക്കുന്നതൊക്കെ ദോഷമല്ല. ആ കാലങ്ങളും നമുക്ക് നല്ലതാണ്, ദോഷവശമല്ല. പിന്നെ കുടുംബക്ഷേത്ര വഴിപാട്. ചിലർക്ക് മന്ത്രപൂർത്തി, ദേവീക്ഷേത്രത്തിന് മന്ത്രപൂർത്തിക്ക് പ്രത്യേക സ്ഥാനം കാണും. യോഗീശ്വരൻ മന്ത്രപൂർത്തി എന്നൊക്കെ പറയും. ഇവർക്ക് വഴിപാട് ചെയ്യുന്നത്, അതായത് ഒരു വ്യാഴാഴ്ച ദിവസമോ അല്ലെങ്കിൽ പൗർണമി ദിവസം ചന്ദനത്തിരി, മഞ്ഞപുഷ്പം, മഞ്ഞഫലം വെച്ച് തൊഴുന്നതൊക്കെ ദോഷകാഠിന്യം കുറയ്ക്കും. ഈ 7-ൽ നിൽക്കുന്ന വ്യാഴം സപ്പോർട്ടീവ് ആണെങ്കിലും 8-ൽ വരുമ്പോഴുള്ള ചെറിയ ഒരു അരിഷ്ടത നമുക്ക് ഈ വഴിപാട് ചെയ്യുമ്പോൾ മാറിക്കിട്ടും. പിന്നെ അടുത്ത് നോക്കാൻ പോകുന്നത് മകരക്കൂറുകാർക്ക് എങ്ങനെ. മകരക്കൂറുകാരുടെ ഉത്രാട മുക്കാല്, തിരുവോണം, അവിട്ടാല. ഇവർക്ക് ജൂൺ 1 വരെ, അതായത് 2026 ജൂൺ 1 വരെ 6-ലാണ് വ്യാഴന്റെ സ്ഥിതി. വളരെ ശ്രദ്ധ വേണം. ആരോഗ്യം 2-ൽ രാഹുവിന്റെ സ്ഥിതി, 8-ൽ കേതുവിന്റെ സ്ഥിതി. 3-ൽ ശനി ഉണ്ടെങ്കിലും നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരില്ല. ആരോഗ്യം വളരെ ശ്രദ്ധിക്കുക. ഹോട്ടൽ ഫുഡ് ഒഴിവാക്കുക. പുറത്ത് സമയം ക്രമം തെറ്റിയുള്ള ഫുഡ് കഴിക്കുന്നതൊക്കെ നമുക്ക് അസിഡിറ്റി ഉണ്ടാക്കാനോ ദഹന കേടുണ്ടാക്കാനോ യൂറിനറി ഇൻഫെക്ഷൻ വരാനോ മഞ്ഞപ്പിത്തം പോലെ രോഗം പിടിപെടാനുള്ള അവസരം കാണുന്നു. ആരോഗ്യമാണ് ഈ കാലം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ പറയും ശനി മാറിയല്ലോ. ശനി മാറി, അത് ഓക്കെ. വ്യാഴന്റെ സ്ഥിതി 6-ലല്ലേ, 2-ൽ രാഹുവിന്റെ സ്ഥിതിയല്ലേ, 8-ൽ കേതുവല്ലേ. അപ്പം ഫുഡിൽ വളരെ ശ്രദ്ധിക്കുക. അത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇടത്തര പ്രായത്തിലുള്ളവരാണെങ്കിലും ആ കാര്യത്തിൽ വളരെ, അത് ഹോട്ടൽ ഫുഡ് ഒഴിവാക്കുക. അപ്പൊ നമുക്ക് ജൂണിന് ശേഷം, അതായത് 2026 ജൂൺ 1-ന് ശേഷം വ്യാഴൻ ഉച്ചഭാവത്തിൽ 7 വരെയാണ് മകരക്കൂറുകാർക്ക്. വളരെ പ്രത്യേകതയാണ്. വിവാഹാദി കാര്യങ്ങളിലൊക്കെ പെൺകുട്ടികൾ ആൺകുട്ടികളുണ്ടെങ്കിൽ ഈ 6 മാസം ചിന്തിക്കരുത്. ജൂണിന് ശേഷം വിവാഹാദി കാര്യങ്ങൾ നടത്തുന്നത് 1 വർഷക്കാലം വളരെ അനുകൂലമാണ്. പഠനത്തിലാണെങ്കിലും വളരെ മികവ് തെളിയിക്കും. അതും മെഡിക്കൽ ഫീൽഡ്. ഇപ്പൊ DPharm പഠിക്കുന്ന കുട്ടികളാണെങ്കിലും മറ്റുള്ള ഇതാണെങ്കിലും അവർക്ക് നമുക്കിപ്പം എല്ലാവരും ഡോക്ടർ ആവാൻ പറ്റില്ലല്ലോ. അപ്പം മെഡിക്കൽ ഫീൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം മെഡിക്കൽ റെപ്പ്, ഇവർക്കൊക്കെ ഒരു അംഗീകാരം കിട്ടാനുള്ള അവസരം. ENT ഡോക്ടർ അല്ലെങ്കിൽ ഡെന്റൽ, ഇവരൊക്കെ പഠിച്ചിറങ്ങാനുള്ള അവസരം. അപ്പൊ എന്തുകൊണ്ടും ജൂൺ 1-ന് ശേഷം മകരക്കൂറുകാർക്ക് ശനിയുടെ ഹെൽപ്പ് കിട്ടും, വ്യാഴന്റെ ഹെൽപ്പ് കിട്ടും. നമുക്ക് വളരെ ഉന്നതി. അപ്പം രാശിക്ക് ദൃഷ്ടിയും കൂടെ വരെയാണ്. വളരെ നല്ല സമയമാണ് കാണുന്നത്, ദോഷവശമല്ല. ബിസിനസ് മേഖലയിലാണെങ്കിലും അധിക ലാഭം വരാനുള്ള അവസരം ജൂൺ 1-ന് ശേഷം സംഭവിക്കും. ഇനി അടുത്ത് കുംഭം. കുംഭത്തിന് അവിട്ടാര, ചതയം, പൂരിട്ടാതി, പുക്കാല്. ഇവർക്ക് രാശിയിലാണ് രാഹുവിന്റെ സ്ഥിതി. കേതും ആ വർഷം മുഴുവൻ, 2026 വർഷം മുഴുവൻ 5-ലാണ് വ്യാഴന്റെ സ്ഥിതി. അപ്പം രാശിക്ക് ദൃഷ്ടി വരെയാണ്. ജൂൺ 1 വരെ അനുകൂല സമയമാണ്. അതും വീണ്ടും പറയാണ്, വിവാഹാദി കാര്യങ്ങൾ ആൺകുട്ടികൾ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഈ 6 മാസം വിവാഹം നടത്തുന്നത് വളരെ നല്ലതാണ്. ജൂൺ 1 കഴിഞ്ഞാൽ വ്യാഴൻ 6-ൽ മറവാണ്. ഉച്ചഭാവമാണെങ്കിൽ നമുക്ക് ഹെൽപ്പല്ല. വിവാഹ കാര്യത്തിൽ വ്യാഴദിനം വേണം. അപ്പൊ ശനി 2-ൽ, വ്യാഴനാഥ ശനി 5 വർഷം പൂർത്തിയായി. ഇപ്പൊ 2-ലാണ് സ്ഥിതി. ഏതിനും അത് വാഗ്ദാനങ്ങളിൽ പോയി പെടരുത്. ശനി 2-ൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാശ് നഷ്ടപ്പെടാനുള്ള അവസരം. അത് മീനത്തിൽ നിൽക്കുക. ധനകാരകനായ വ്യാഴന്റെ വീട്ടിൽ ശനിയുടെ സ്ഥിതി, നമുക്ക് ധനം നഷ്ടപ്പെടാനുള്ള അവസരം.
ഗോൾഡ് മിസ്സിംഗ് ആവാനുള്ള അവസരം കാണുന്നു. ശ്രദ്ധ തരണം. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഈ കാലയളവ് നമുക്ക് ദോഷവശമല്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് അത്ര ദോഷവശമല്ല. 5ലെ വാലന്റൈൻസ്. പിന്നെ ജൂൺ 1 ശേഷം 6 വരുമ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കുക. ഇവര് ഫുഡിൽ വളരെ ശ്രദ്ധ വേണം. ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഫുഡിൽ വളരെ ശ്രദ്ധ വേണം. മുതിർന്നവരാണെങ്കിലും ഈ കാലയളവ് യൂറിനറി ഇൻഫെക്ഷനോ മറ്റുള്ള എന്തെങ്കിലും വരാനുള്ള, അതും ഒരു വീഴ്ച പറ്റാനുള്ള വളരെ ശ്രദ്ധ വേണം. എന്തിനൊരു സമാധാനം, രാത്രി യാത്ര ഒഴിവാക്കുക. ഇനി അടുത്ത് മീനത്തിൽ പറഞ്ഞ പുരുട്ടാതി കാല്, ഉത്രട്ടാതി രേവതി ഇവർക്ക് ജന്മശനി തുടരുകയാണ് വർഷം മുഴുവനും. രാഹു 12ലാണ്, അത്ര വിശേഷമല്ല. പിന്നെ 12 രാഹു വന്നു കഴിഞ്ഞാൽ നമുക്ക് ദൂരെ യാത്ര, ഒരു വിസിറ്റ് എങ്ങനെ പോയിട്ട് വരാനുള്ള അവസരം, അല്ലെങ്കിൽ ജോലി സാധ്യത. അതിപ്പോ ഗൾഫ് മേഖലയല്ല ഉദ്ദേശിക്കുന്നത്, UK USA പോലുള്ള ജോലി ചെയ്യാനുള്ള അവസരം കാണുന്നു. 2026 ജൂൺ 1 ശേഷം വ്യാഴൻ രാശിനാഥൻ വരുന്നത് കർക്കിടകത്തിലാണ്. വളരെ ഐശ്വര്യപൂർണ്ണമായിരിക്കും ആ കാലയളവ്. അത് 2026 ജൂൺ 1 ശേഷം വളരെ നല്ലതാണ് കാണുന്നത്. രാശിക്ക് വ്യാഴന്റെ ദൃശ്യം വരുന്നത് വിവാഹാദി കാര്യങ്ങളിൽ ആൺകുട്ടികൾ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഇവർക്ക് ഈ കാലയളവിന് ശേഷം ജൂൺ 1 ശേഷം വിവാഹം നടത്തിക്കുന്നതൊക്കെ വളരെ ഐശ്വര്യപൂർണ്ണമായിരിക്കും. പിന്നെ ജോലി സാധ്യത, ഉടനെ പുത്രസമ്പത്ത് കിട്ടാനുള്ള യോഗവും കാണും. അപ്പൊ മീനക്കുറുകാർക്ക് എന്തുകൊണ്ടും ജൂൺ 1 ശേഷമാണ്, അത് വർഷപകുതിക്ക് ശേഷം എന്തും ഉന്നതിയിലെത്താനുള്ള ഒരു അവസരം കാണുന്നു. ഏതൊരു കാര്യവും നമുക്ക് സാധിച്ചെടുക്കാനുള്ള അവസരം, അത് പഠനമാണെങ്കിലും ബിസിനസ് ആണെങ്കിലും പുറത്ത് ജോലിക്ക് പോകാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു യോഗം എല്ലാം ഉണ്ട്. പുത്രസമ്പത്ത് കിട്ടാനുള്ള യോഗം, വിവാഹം നടത്താനുള്ള യോഗം എല്ലാം ഈ ജൂണിന് ശേഷം സംഭവിക്കുന്നതാണ്. ശുഭമസ്തു. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോടുകൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.